ഫ്രണ്ട്സ്, വെൽക്കം ടു നിംസ് ഫേവറേറ്റ്സ്. കയ്യിൽ പേപ്പർ ബാഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വേഗം എടുത്തുകൊണ്ട് വരുമോ, നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാം. ഇതേ ഞാനിവിടെ ഒരു പേപ്പർ ബാഗ് എടുത്തിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അടിപൊളി വാൾ ഡെക്കോറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഈ ഒരു പേപ്പർ ബാഗ് നമുക്ക് 2-3 ഇത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ പേപ്പർ ബാഗിൻ്റെ മുകളിലായിട്ട് കുറച്ച് റൗണ്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു സർക്കിൾ നമുക്ക് വേഗം വെട്ടിയെടുക്കാം. എൻ്റെ കയ്യിലുള്ളത് കുറച്ച് വലിയ പേപ്പർ ബാഗ് ആയത് കാരണം എനിക്കൊരു 8 ഇതുപോലെ റൗണ്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഒരു പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 8 വേണ്ട. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു സർക്കിൾ എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന വിധം നമുക്ക് മടക്കി കൊടുക്കാം. നമ്മൾ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടാക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മടക്കില്ല, അതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും നല്ലവണ്ണം മടക്കി എടുക്കണം. മടക്കുമ്പോൾ തന്നെ നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് വരഞ്ഞ് നമുക്ക് മടക്കി എടുക്കാം. അപ്പം നമുക്ക് ആ ഒരു ലൈൻ അവിടെ ഇതുപോലെ കിട്ടും. എന്നിട്ട് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് ഒന്ന് നല്ലോണം പ്രസ് ചെയ്തിട്ട് രണ്ടും മുകളിലോട്ടേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഹാർട്ടിൻ്റെ ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്താൽ തന്നെ ഇങ്ങനെ നിൽക്കും. എങ്കിലും കുറച്ചുകൂടെ ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഞാൻ അവിടെയൊക്കെ ഗ്ലൂ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു 4-5 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി എടുക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പേപ്പർ ബാഗിൻ്റെ ഈ ഒരു വള്ളിയാണ് കേട്ടോ. ഈ പേപ്പർ ബാഗിൻ്റെ ഒരു പീസ് പോലും ഞാൻ വേസ്റ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ അടുത്ത് നമുക്ക് ഈ വള്ളി ഇല്ലാന്ന് റിമൂവ് ചെയ്തെടുക്കണം. എന്നിട്ട് ആ വള്ളി രണ്ടും കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നമുക്ക് ഗ്ലൂ വെച്ച് യോജിപ്പിക്കാം. അപ്പം ഞാൻ വേഗം തന്നെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് സ്റ്റേപ്ലർ പിന്ന് വെച്ചിട്ട് അവിടെ പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ അത് നല്ല നീറ്റായിട്ട് കിടപ്പുണ്ടായിരുന്നു. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് വേഗം ചെയ്യാം. അപ്പോൾ അടുത്തുണ്ടായിരുന്നത് ഈ ഒരു പിന്നായതുകൊണ്ട് ഞാൻ വേഗം അത് വെച്ചിട്ട് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ 2 സൈഡും നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അത് ഓക്കെ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ അതൊരു 8 എന്ന ഷേപ്പിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ ആ ഒരു റൗണ്ട് നേരെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 8 പോലെ കിട്ടും. അപ്പം ഞാൻ നേരെ അത് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ ഒരു സെൻട്രൽ ഭാഗത്തായിട്ട് ഒന്നുകൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ അവിടെ നിൽക്കണമെങ്കിൽ ഒന്നുകൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. പേപ്പർ ആയതുകൊണ്ട് തന്നെ സ്റ്റാപ്പിൾ ചെയ്തപ്പോൾ ഒന്ന് കീറിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വീണ്ടും ഒന്ന് ഗ്ലൂ വെച്ചിട്ടൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ അക്രിലിക് പെയിൻറ്റിൻ്റെ അതിന് ഒരു ബ്രൗൺ ഷെയ്ഡ് ഇതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട്. സോറി, ബ്രൗൺ അല്ല, ഞാനൊരു കോപ്പർ കളറാണ് കേട്ടോ കൊടുത്തത്. ഓക്കെ, അങ്ങനെ കളറിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് കടക്കാം. നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പീസസ് ഒക്കെ ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഗണ്ണാണ് കേട്ടോ ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലുതും ഒരു ചെറുതുമായിട്ട് ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ നെക്സ്റ്റ് കുറച്ചുകൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയ തുള്ളികൾ പോലെ ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തുള്ളി നമ്മുടെ മഴത്തുള്ളിയൊക്കെ പോലെ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് അതിൻ്റെ മുകളിൽ തുള്ളികളായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ ആണ് അവിടെ ഇതുപോലെ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യം ഞാൻ കൊടുക്കുമ്പോൾ കുറച്ച് വലിഞ്ഞു പോയി, പിന്നെ ഇതുപോലെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് മഴത്തുള്ളിയൊക്കെ പോലെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നെക്സ്റ്റ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഞാൻ ഈ പേപ്പർ ബാഗ് യൂസ് ചെയ്തിട്ട് 2 ഡെക്കോർ പീസസ് ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.